സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആണ്. നമ്മുടെ കരീസ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു വർക്ക്ഷോപ്പിലാണ് വന്നേക്കുന്നത്. കാര്യം മനസ്സിലായി കാണും. നമ്മളിന്ന് നമ്മുടെ കരീസ്മയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി സ്പെയർ എടുത്തിട്ടുണ്ട്. അതായത് 10,000-3000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ സ്പെയർ പാർട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ മതിയായ വെയിറ്റാണ്. ചെയിൻ സ്പോക്കറ്റ് അടക്കം ഒരു 3000 രൂപയുടെ സ്പെയർ ഫുൾ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് വണ്ടിയുടെ ഫുള്ളൊരു മേജർ സർവീസിൻ്റെ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. വളരെ സ്കിപ്പ് ചെയ്യേണ്ട. കരീസ്മയുടെ സ്പെയർ പാർട്സ് അവൈലബിലിറ്റിനെ പറ്റിയും അതേപോലെ തന്നെ എവിടെ കിട്ടും എന്നൊക്കെ സാധനങ്ങളാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ഇത് നമ്മുടെ പുറകിൽ യമഹയുടെ ഇൻഡൈസർ എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ റെയറായിട്ടുള്ള യമഹയുടെ ബൈക്ക് കാണാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ വളരെ റെയറായിട്ട് വേറൊരു സാധനം കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഉള്ളിൽ കയറ്റി കാണിച്ചു തരാം. ഒരു വെറൈറ്റി സാധനം കേട്ടോ അത്. കാരണം പലർക്കും അറിയില്ല ഇതിനെപ്പറ്റി. ഈവൻ എനിക്ക് പോലും ക്ലിയർ ആയിട്ട് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. വളരെ ചുരുക്കം ഉള്ളൊരു വണ്ടി, ഒരു സൂപ്പർ ബൈക്ക് പോലെ ഇരിക്കുന്ന ഒരു ബൈക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഷിൻഡോ ചേട്ടയുടെ വർക്ക്ഷോപ്പാണ്, വീടിൻ്റെ അടുത്തുള്ള വർക്ക്ഷോപ്പാണ്. ആളൊരു അവഞ്ചർ ഫാനാണ്. പുള്ളിക്കാരൻ അവഞ്ചറേ യൂസ് ചെയ്യുള്ളൂ ബജാജിൻ്റെ. അപ്പോൾ നമുക്ക് ഷിൻഡോ ചേട്ടനെ കാണാം. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ സർവീസിൻ്റെ വീഡിയോ കാണാം. വണ്ടി ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ സ്പെയറാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം കേട്ടോ. സ്പെയർ വാങ്ങിച്ചതിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന 2 സാധനം അവിടെ ഉണ്ട്. ഡൂക്കിൻ്റെ മിററാണ്. അതായത് 2 ഡൂക്കിൻ്റെ മിറർ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇനി ഉള്ളത് മൊത്തം സ്പെയറാണ്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചൊരു ബാഗാണ്. ഇത് ടാങ്കിൻ്റെ മുകളിൽ വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാൻ വെച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കട്ടെ, ഇതോട്ട് ഇരിക്കട്ടെ. പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്ന കരീസ്മയുടെ ആക്സിലേറ്റർ കേബിളാണ്. കരീസ്മയ്ക്ക് 2 ആക്സിലേറ്റർ കേബിളാണ് വരുന്നത്, എ ത്രോട്ടും ബി ത്രോട്ടും. അതിനകത്ത് ബി ത്രോട്ടാണ് അത്. പിന്നെ ഇത് ബാക്കിലെ ബ്രേക്ക് ഷൂ ആണ്. ഇത് ASKയുടെ ആണ്. ഇതിന് ഏകദേശം നമുക്ക് ഒരു 150-200 ആ റേഞ്ച് വരും. ആക്സിലേറ്റർ കേബിളിന് ഒരെണ്ണത്തിന് നമുക്ക് 100 റേറ്റ് വരുവേ. പിന്നെ ഇത് നമുക്ക് വരുന്ന ക്ലച്ച് കേബിളാണ്. ക്ലച്ച് കേബിളിന് ഏകദേശം ഒരു 100 സംതിങ് വരും. ഇതിനകത്ത് KRY എന്ന് പറഞ്ഞൊരു ഇതുണ്ടാവും. ഈ ഒരു KRY എന്ന് പറഞ്ഞൊരു പാർട്ട് നമ്പറാണ് ശരിക്കും കരീസ്മയ്ക്ക് വരുന്നത്. അതിന് ശേഷം 100 രൂപയാണ് ഈ ഒരു ഇതിന്. പിന്നെ ഇത് ഞാൻ സ്പീഡോമീറ്റർ കേബിളാണ്. സ്പീഡോമീറ്റർ കേബിളിൻ്റെ കേസിലാണ് നമുക്കൊരു വള്ളി കിട്ടിയത്. കാരണം ഞാനൊരു 3 വർഷം പോയതിനു ശേഷം എനിക്ക് സ്പീഡോമീറ്റർ കേബിൾ കിട്ടിയിട്ടുണ്ടായില്ല. ഇതിപ്പോൾ 100 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ സ്പീഡോമീറ്റർ കേബിൾ വരും. പിന്നെ ഇതാണ് സൈഡ് സ്റ്റാൻഡ് ഫുള്ളായിട്ട് പോയിട്ടുണ്ടായി. ഇതിന് ഏകദേശം നമുക്കൊരു 175 രൂപ റേറ്റ് വരുന്നുണ്ട്. നിക്കാവിയുടെ ആട്ടോ. നിക്കാവിയുടെ സ്പെയറൊക്കെ അത്യാവശ്യം നല്ല സ്പെയറാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് റോളോണിൻ്റെ ഒരു ഗോൾഡ് ചൈനാസ് പോക്കറ്റ് കിറ്റാണ്. നമ്മുടെ പ്രീവിയസ് പൾസർ 220 യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. കരീസ്മ സിഡമാറിനും ഇതിന് സെയിമാണ്. 1200 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ്. 1100 രൂപ ഉണ്ടായുള്ളൂ. റേറ്റ് കൂടി. ഗോൾഡ് ഹിറ്റ് എന്നൊക്കെ ഇതിന് എങ്ങനെ പോലെ ഒരു 10-15,000 കിലോമീറ്റർ സുഖമായിട്ട് കിട്ടും ഈ സാധനം. 10-15,000 കിലോമീറ്റർ കിട്ടും. ഇതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് തന്നെ. പിന്നെ എന്തായാലും ചെയിൻ പോക്കറ്റ് മാറേണ്ട ഒരു സാധനമാണ് വീൽ ഡാമ്പർ ബുഷ്. അപ്പോൾ വീൽ ഡാമ്പർ ബുഷും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീൽ ഡാമ്പർ ബുഷിന് നല്ല റേറ്റാണ്. 150 രൂപയാണ് വീൽ ഡാമ്പർ ബുഷിന് റേറ്റ് വരുന്നത്. പൊതുവേ വീൽ ഡാമ്പർ ബുഷിന് അധികം റേറ്റ് വരാത്തതാണ്. 220 ഇതിൽ കുറവാണ് കേട്ടോ. അപ്പോൾ വീൽ ഡാമ്പർ ബുഷ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും കാണുന്ന സ്പെയർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഹാൻഡിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഹാൻഡിൽ ബെൻഡായിരുന്നു, അപ്പോൾ കുഴപ്പമില്ലായിരുന്നു ഓടിക്കാൻ. പക്ഷേ ഒരു ഹാൻഡിൽ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. ഹാൻഡിലിന് ഏകദേശം 390 രൂപയാണ് കേട്ടോ റേറ്റ് ആയ ഹാൻഡിലും വാങ്ങിച്ചിട്ടുണ്ട്. ചേട്ടൻ ഷിൻഡോ ചേട്ടൻ്റെ ഉള്ളിലിരിക്കുന്നത് ഈ വണ്ടിയുടെ പേരെന്നായിരുന്നു? കമാൻഡോ. ഏത് കമ്പനിയുടെ? ഇന്ത്യൻ്റെ ആണോ? യുണൈറ്റഡ് മോട്ടോഴ്സ് ഇന്ത്യൻ കമ്പനിയാണോ? ഇതാണ് എന്ത് കമ്പനിയാണ്? യുണൈറ്റഡ് മോട്ടോഴ്സിൻ്റെ. ഇത് എത്ര CC വണ്ടിയാ? 300 CC വണ്ടിയാട്ടോ. പക്ഷേ 300 CC വണ്ടിയുടെ വലിപ്പം നോക്കിയാൽ ഒരു 600 CC വണ്ടിയുടെ അത്ര വലിപ്പമുണ്ട് കേട്ടോ. 4 വാൽവാണ്, 6 സ്പീഡാണ്, 300 CC. നല്ല അടിപൊളി എന്നാ പറയണേ, ഒരു പ്രീമിയം ഹാർലി ഡേവിഡ്സനൊക്കെ കൊണ്ടു നടക്കാം അല്ലേ? സ്പെയർ കിട്ടുമോ? ഡൽഹി, ഹരിയാന എന്നൊക്കെ മാത്രമാണ് സ്പെയർ കിട്ടുള്ളൂ എന്ന് പറയുന്നത്. ചേട്ടാ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആട്ടോ. അപ്പോൾ ആർക്കേണ്ടി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ട് പഠിക്കേ. കാരണം ആൾ ഇതിൻ്റെ സ്പെഷ്യലിറ്റി. ഇതിപ്പോൾ 2ാമത്തെ വണ്ടിയാണ് ഞാനിവിടെ വന്നിട്ട് കാണുന്നത്. ഇതിങ്ങനെ ഓരോന്ന് വന്നു പോയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വർക്ക്ഷോപ്പാണ്. ചെറിയ വർക്ക്ഷോപ്പിൽ വലിയ വണ്ടികളായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ പരിപാടി തുടങ്ങാം. ഇതാണ് നമ്മുടെ കുട്ടി സ്പോക്കറ്റ് കേട്ടോ. കുട്ടി സ്പോക്കറ്റ് വരുന്നതാണ്. ബാക്കിലെ റിയർ ടയറൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. ശരിക്കും ഈ ഒരു ചെയിൻ ലൂസ് ടൈറ്റായി പോയതാണ്. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രോപ്പറായിട്ട് ടൈറ്റിലേക്ക് ചെയിൻ ലൂസ് ടൈറ്റായി പോകും. പിന്നെ എന്തോരം എന്താ പറയണേ, ചെയിനിന് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് മാറാണ്ട് രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാറുകയാണ്. പഴയ ചെയിനൊക്കെ എടുക്കുന്നതാണ് അല്ലേ? അല്ലേ? ടയറൊക്കെ അഴിച്ചിട്ട്
അത്യാവശ്യം ബ്രേക്ക് ഷൂ ഒക്കെ ബാലൻസ് ഉണ്ട് കേട്ടോ. അത് ഈ ഒരു ഇതിൽ ബാലൻസ് ബ്രേക്ക് ഷൂ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാറിക്കളയാമെന്ന് വെച്ച്, അതുകൊണ്ട് ഫുള്ള് മാറണം കഴിച്ച്. ഇതിൻ്റെ പല്ല് ശരിക്കും പറഞ്ഞാൽ ടോപ്പിലെ ടീത്ത് കുറച്ചൊക്കെ പോയില്ലേ? ടോപ്പിലെ ടീത്ത് കുറച്ച് അതെ, വേരിയേഷൻ ആയതുകൊണ്ട് മാത്രം മാറും നമ്മൾ. ഇത് ശരിക്കും ചെയിൻ്റെ അഡ്ജസ്റ്ററാണ്. ഇത് ഫുള്ളുണ്ടെങ്കിൽ ചെയിൻ അത്യാവശ്യം നല്ല പുതിയതായിരിക്കും ചെയിൻ സോക്കറ്റും. ഇതിങ്ങനെ നീക്കുന്നതിനനുസരിച്ചാണ് ചെയിൻ സോക്കറ്റും കുറഞ്ഞ് വരുന്നത്. ഇത് ഇപ്പോൾ എങ്ങനെ പോയാലും ഒരു 5000-6000 കിലോമീറ്റർ ഓടാനുള്ളതല്ലേ, അത്ര കിലോമീറ്റർ ഓടാനുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ആരെയോ ഒരു കരുണ കാരണം പോയി കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ചെയിൻ സോക്കറ്റ് ഇടുന്നതാണ്, നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് കാണാം. നമ്മുടെ 220 ഇട്ടേക്കുന്ന സെയിം സ്പോക്കറ്റാണ്. ഇതാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ വന്നെ ആ ടോർക്ക് കുറച്ചുകൂടെ ഒരു 3ാമത്തെ ഗിയറിൽ 4ാമത്തെ ഗിയറിൽ പക്കയായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 220 ഇട്ടേക്കുന്ന സെയിം സോക്കറ്റ്, അതായത് റോളോൻ്റെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോളോണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നതാണ്. പുതിയ ചെയിൻ സ്പോക്കറ്റും എനിക്ക് തോന്നുന്നു ഞാൻ ഹീറോയിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ 1300 രൂപയാണ് പറഞ്ഞത്. ഇതിന് 1200 രൂപയാണ്. ഇപ്പോൾ റേറ്റ് കൂടിയതാണ്, എന്നാലും ഓൾമോസ്റ്റ് സെയിം ക്വാളിറ്റിയാണ് അല്ലേ. നല്ല രസമല്ലേ ഇങ്ങനെ നമ്മുടെ വണ്ടിയുടെ പുത്തൻ സ്പെയറൊക്കെ എടുത്ത് മാറിയെടുത്ത് കൊണ്ടു കിടക്കാൻ നല്ല രസമല്ലേ. സ്പീഡോമീറ്റർ കേബിൾ കിട്ടാൻ ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ പിന്നെ 2 ഇൻഡിക്കേറ്റർ മാറാനായിട്ട് ശരിക്കും ഒരു 6 സ്പെയർ പാർട്സ് കടയിൽ കയറിയിട്ട് എനിക്ക് കിട്ടിയില്ല ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു സെറ്റ് മാറാനായിട്ട്. അതിനുശേഷം ഒരു കടക്കാരൻ പഴയ സോക്കിൽ നിന്ന് ഓർമ്മ എടുത്ത് തന്നു. മോൻ ഇത് വേണോ അതോ ഞാൻ നാളെ 2 ആക്കിയിട്ട് തന്നെ വെച്ചു. ഞാൻ 2 മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അത് വാങ്ങിച്ചില്ല. അപ്പോൾ ചില സ്പെയർ പാർട്സൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ഹീറോയിൽ വർക്ക് ചെയ്ത സമയത്ത് എനിക്കിതൊരു വിഷയമല്ലായിരുന്നു. കാരണം നമ്മുടെ സ്പെയർ പാർട്സിലിരുന്ന പയ്യൻ എല്ലാം സെറ്റ് ചെയ്തായിരുന്നു. അഭിജിത്ത് ആ സമയത്ത് ഇസഡമാർ റിസർവേഷൻ വർക്ക് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുള്ള് സ്പെയർ എടുത്തിട്ടുണ്ട്. കരീഷ്മയുടെ നെട്ടും ബോൾട്ടും വരെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ലോക്കൽ സ്പെയർ പാർട്സൊക്കെ കിട്ടാൻ പാടാണ്. ആശാന്തി വലിയ എന്തോ സാധനം എൻ്റെ വണ്ടി തല്ലിപ്പൊളിക്കുകയാണ്. നിസ്സാര സമയം കൊണ്ട് പണി കഴിഞ്ഞില്ലേ. ഈ മനുഷ്യരൊക്കെ എന്നെ പണിയുള്ള ചുമ്മാ പിശി വയ്ക്കുക, 2 അടി അടിക്കുക. മാറുമ്പോൾ എപ്പോഴും മസ്റ്റായിട്ട് മാറേണ്ട ഒരു സാധനമാണ് അല്ലേ. ബ്രേക്ക് ഷൂ മാറണ്ടേ എന്നാലേ ഒരു ഒറ്റ അഴിപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സാധനം മാറ്റാൻ പറ്റും. ASK അത്യാവശ്യം നല്ല ബ്രാൻഡല്ലേ ബ്രേക്ക് ഷൂവിൻ്റെ. ശരിക്കും നമ്മുടെ കരീസ്മയ്ക്ക് ഡിസ്ക് ബ്രേക്ക് കയറ്റാൻ പറ്റും. ഏതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡമാറിൻ്റെ ഡിസ്ക് ബ്രേക്ക് കരീസ്മയ്ക്ക് ഇടാൻ പറ്റും റിയറിൽ. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പ്ലാൻ നമ്മൾ അതിനകത്തേക്കാണ് നോക്കുന്നത് കേട്ടോ. എന്തായാലും കരീസ്മയുടെ റിയറിലെ ഡിസ്ക് ബ്രേക്ക് സെറ്റ് അത്യാവശ്യം നല്ല റേറ്റ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെടുത്ത് ഡിസ്ക് ബ്രേക്ക് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ചെയിൻ സോക്കറ്റ് മാറ്റി കേട്ടോ. ചെയിൻ സോക്കറ്റ് മാറ്റി നമ്മൾ ചെയിൻ്റെ കവർ ഒഴിവാക്കി. നമ്മുടെ ഒരു ഫ്രണ്ട് കരീസ്മ 6 വേർഷൻ 2 ചെയിൻ്റെ കവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെക്കാന്നുള്ള പ്ലാനിലാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ചെയിൻ ലൂസായോ അല്ലെങ്കിൽ ചെയിനിൽ ഓയിലുണ്ടോ അല്ലെങ്കിൽ ലൂബ് ചെയ്യാറായോ എന്നുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കരീസ്മ 6 വേർഷൻ 2 വയ്ക്കാൻ നോക്കാം. പിന്നെ പറഞ്ഞാൽ ത്രോട്ടിൽ കേബിൾ വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇത് അഴിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ റിട്ടേൺ പോകുമ്പോഴാണ് ഇത് തിരിച്ചു വരുന്നത്. അപ്പോൾ ശരിക്കും ഈ കേബിളിന് മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് പറയണേ. ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം മുതലാളി പറയണത് നമ്മുടെ കരീസ്മയിൽ 2 കേബിൾ ഇടേണ്ട ആവശ്യമില്ല, 1 കേബിൾ ഇട്ടാൽ മതി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കേബിളിൻ്റെ പ്ലാനിങ് ഒഴിവാക്കി. ഓക്കെ, നമ്മൾ ഹാൻഡിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹാൻഡിൽ ഫുള്ളായിട്ട് അഴിച്ചിട്ടിട്ടുണ്ട്. ചെറിയ ബെൻഡ് ഉണ്ട്. അപ്പോൾ അതാണ് പിന്നെ നമ്മൾ ഹാൻഡിൽ മാറാമെന്ന് വെച്ച്. ഗ്രിപ്പ് അന്വേഷിച്ചിട്ട് ഗ്രിപ്പ് കിട്ടിയില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 2 ആക്സിലേറ്റർ കേബിളിലുള്ള ഒറ്റ ആക്സിലേറ്റർ കേബിളാണ് ഇടണുള്ളൂ. പിന്നെ ഡ്യൂക്കിൻ്റെ മിറർ ഇനി വെക്കാനുണ്ട്. പിന്നെ ഇതാണ് ടാങ്കിലെ ബാഗ് കേട്ടോ. ടാങ്കിലെ ബാഗ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഫോണൊക്കെ ടച്ച് വർക്കാമെന്ന് പറഞ്ഞു എങ്ങനെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ഒരു ലുക്കും കിട്ടും, എന്നാൽ നമ്മുടെ വർക്കും നടക്കും. ഞാൻ ഓൺലൈനിൽ ആമസോണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇതിനകത്തേക്ക് ഇടാം. ആമസോണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. കണ്ണാടിയൊക്കെ സെറ്റ് ചെയ്യണം. സമയം ഇച്ചിരി ലേറ്റായി, ഏകദേശം 7:30 സമയം. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് കൂടുതൽ വീഡിയോ ഉൾപ്പെടുത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റായിരുന്നു. ഗോപ്രോയിൽ അതിൻ്റെ അനുസരിച്ചുള്ള ഫുട്ടേജേ കിട്ടുള്ളൂ. ഇരുട്ടായതുകൊണ്ട് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ട്യൂബ് ലൈറ്റിൻ്റെ പുറകിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് വെട്ടം കിട്ടാനായിട്ട്.
സോ വണ്ടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആ ഒരു ടാങ്കിൻ്റെ ബാഗും ഒരു ഡ്യൂക്കിൻ്റെ മിററൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി ഒരു ലുക്കായി കണ്ടോ. നമ്മുടെ ടാങ്കിൻ്റെ ബാഗൊക്കെ വെച്ച് ആ ഡ്യൂക്കിൻ്റെ മിററൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി കാണാൻ നല്ല സെറ്റപ്പായി. അത്യാവശ്യം ഇനി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ടോപ്പ് റാക്ക് കാര്യങ്ങളൊക്കെ കാരിയർ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചർ ലുക്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ വേണ്ടി തീർച്ചയായിട്ടും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്പീഡോമീറ്റർ ചെറിയൊരു ടാസ്ക് കിട്ടി. കാരണം സ്പീഡോമീറ്റർ അതിൻ്റെ കേബിളല്ല പോയത്, അതിൻ്റെ ഉള്ളിൽ മീറ്ററായിട്ട് ഇനി ഒന്ന് സർവീസ് ചെയ്തെടുക്കണം. ചെറിയൊരു പണിയായി. മാത്രമല്ല എൻ്റെ ഫ്യൂവലിൻ്റെ ഗേജ് കറക്റ്റായിട്ട് കാണിക്കില്ല, ഇടയ്ക്ക് മാറി കാണിക്കുന്നത്. മൈലേജ് ഞാൻ പറയാം, ഇപ്പോൾ ഈ ഒരാഴ്ചത്തെ യൂസിൽ ഏകദേശം മൈലേജ് എനിക്ക് കിട്ടുന്നത് അറൗണ്ട് 30-35 റേഞ്ചിലാണ്. മൈലേജ് ഷോകാണ്. അപ്പോൾ അതാണ് ബേസിക്കലി ഉള്ളൂ. ഇപ്പോൾ എക്സ്പെൻസീവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് കുറച്ച് എക്സ്പെൻസീവാണ്. ഡെയിലി യൂസിനൊന്നും കരിസ്മ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഡെയിലിയാണ് യൂസ് ചെയ്യുന്നത്. ആ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. റൈഡൊക്കെ പോകാനൊക്കെ അടിപൊളി കംഫർട്ടാണ് വണ്ടി. പിന്നെ ഇപ്പോൾ നമ്മുടെ സീറ്റ് കവറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ചുകൂടെ വർക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. എന്തായാലും നമുക്ക് അതിൻ്റെ വീഡിയോസ് ഷുവറായിട്ട് അപ്ലോഡ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഇതിനകത്ത് റിലേറ്റ് ചെയ്ത ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അത് ക്ലിയർ ചെയ്യാം കേട്ടോ. കോൺസെപ്റ്റിൻ്റെ ഒരു വർക്ക് ഉണ്ട്, അപ്പോൾ അതേപോലെ ഹെൻഡിൽ വലിയ ചെറിയ ലീക്ക് ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്.